ഹലോ ഗതികളെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലർ ചിക്കൻ കറിയുടെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടും ചിക്കൻ കണ്ടപ്പോൾ പിന്നെ ചിക്കൻ കറിയിൽ ബീഫ് കറി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊരു തൃശ്ശൂർ സ്റ്റൈൽ ചിക്കൻ കറി കേട്ടോ. ഞങ്ങളുടെ സ്റ്റൈൽ എന്ന് പറയേണ്ടി വരും. ഇത് ഉണ്ടാക്കിയത് ഞാനല്ല കേട്ടോ, എൻ്റെ കെട്ടിയോൻ്റെ ചിക്കൻ കറി ഉണ്ടായപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സ്റ്റവിലേക്ക് നമ്മൾ ചീനച്ചട്ടിൻ്റെ അടുത്ത് വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പോൾ അതിലേക്ക് കുറച്ച് കറുവപ്പട്ടിയും കുറച്ച് ഗ്രാമ്പ് ഇട്ടു. അതെന്താണ് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ടേസ്റ്റ് അല്ലേ, നമ്മൾ അതിന് സമ്മതിച്ചു കൊടുത്ത്. ഇനി അതങ്ങോട്ട് വളർന്ന് വരുമ്പോൾ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച നമ്മുടെ സവാള ചേട്ടൻ കുറേ കറിയുന്ന കഥകൾ പറയാനുണ്ട്. കാരണം അതറിഞ്ഞത് ഞാനല്ലേ. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ വേദസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വാഴറ്റണം കണ്ട. വാഴറ്റാനൊക്കെ കിട്ടും ഭയങ്കര എക്സ്പെർട്ടാണ്. അതിങ്ങനെ വഴറ്റി വരുമ്പോൾ നമ്മൾ ഇതേപോലെ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റല്ലട്ടാ. നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കാൻ പോയില്ല, നമ്മൾ രണ്ട് ചതച്ചതിങ്ങനെ വേറെ പിടിച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ അത് കിടന്ന് വാഴറ്റണം കണ്ടാ. അവർ തമ്മിലൊരു സ്നേഹമൊക്കെ ആയിട്ടപ്പോൾ സ്നേഹം വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന സ്വഭാവമല്ലേ. അപ്പോൾ അതിന് ആ കുത്തിരിപ്പായിട്ട് നമ്മൾ 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വരട്ടേന്ന് വെച്ചിട്ട് തന്നെയാണ് നമുക്കൊരു സന്തോഷം, കറിവേപ്പിലേക്ക് ഒരു സന്തോഷം. അങ്ങനെ കറിവേപ്പില സെറ്റായി വരുമ്പോഴാണ് നമ്മുടെ കറുവപ്പെട്ടത് ഞങ്ങളുടെ വീട്ടിലുള്ളത് തന്നെ കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ ഇടണ്ട. അതങ്ങോട്ട് അതിനെ കൂടി ചേർത്തങ്ങോട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് എരിവ് വേണമല്ലോ. എരിവിനും ഭംഗിക്കും കൂടിയാണ് നമ്മൾ കുറച്ച് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. 2-3 പച്ചമുളകല്ലോ. പിന്നെ നമുക്ക് അതിലേക്ക് മസാല ഇടാൻ സമയമായി. ഇപ്പോൾ നമ്മളിതാ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്ര മസാലകളാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. ഞങ്ങൾക്ക് അത് ഇട്ടിട്ട് അങ്ങോട്ട് വഴച്ചങ്ങോട്ട് കൊടുത്തു. അതൊരു ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ആ സ്മെല്ലിൻ്റെ കാര്യം വേദത്തോടൊന്നും പറയുന്നില്ല. മണമൊക്കെ ചിക്കൻ മസാലയുടെ ഒരു മണമുണ്ടല്ലോ. ആ മണ്ണൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറിയെന്നൊക്കെ ഗംഭീരം. അതങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് വരുമ്പോൾ കണ്ടാൽ അതങ്ങോട്ട് സെറ്റാക്കത്തിന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നണം ഇത് വഴന്നു. സെറ്റായി വരുമ്പോൾ നമ്മൾ കുറച്ച് എരിവ് കുറഞ്ഞാലോ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി വെതറി കൊടുത്തിട്ടാ. കുരുമുളക് പൊടി ഇനി നമ്മൾ തക്കാളി കൂട്ടണം എന്നെ വെച്ചില്ലല്ലോ, പിന്നെ മറന്നു പോയോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ തക്കാളി കൂട്ടണം വെച്ചപ്പോൾ ആവി എന്ന് കുറക്കുന്ന ഒരു ഷോട്ട് കിട്ടിയിട്ടാ. അതെടുത്തിട്ട് ഞാനാണ് കേട്ടോ. അമ്പത് ഗംഭീര ഷോട്ടായില്ലേ. അപ്പോൾ അത് വഴന്ന് വരാനായിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വഴറ്റി കേടികളാണ്. വഴന്ന് വന്നപ്പോൾ നമ്മുടെ മെയിൻ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ ഞങ്ങൾ ഇന്നലെ വറുത്ത് വെച്ചതാട്ടാ. അപ്പോൾ അത് വറുത്തത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. ഒന്നാമത് ഇളക്കി മറച്ചിട്ട് അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായിട്ടാ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പഞ്ഞൊന്നുമില്ല കേടികളെ. നിങ്ങൾക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് പറയേ. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റൈൽ ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കെട്ടിയവനെ കൊണ്ട് ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇതൊക്കെ പറയണ്ടേ. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായി കമൻറ്റ് കിട്ടാൻ കിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചിക്കൻ കറി. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരണമെങ്കിലേ കെട്ടിയവനെ കണ്ട് കണ്ടിരിക്കണമെങ്കിലേ നിങ്ങൾ കമൻറ്റ് ഇട്ടാലും ലൈക്ക് അടിച്ചാലും എനിക്ക് പറ്റുള്ള വീഡിയോകളെ. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ കാണാം. ടാറ്റാ.